ദൈവത്തിന്റെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് വീണ്ടും കർത്താവിന്റെ വിലയേറിയ വചനം വിചിന്തനം ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടെ ക്ലാസ് ആരംഭിച്ചപ്പോൾ തൊട്ട് ഞങ്ങളുടെ ഭവനത്തിൽ പനിയാണ്. ഈ ആഴ്ചയിലാണ് ഇത്തിരി സ്വസ്ഥത അനുഭവിക്കാനിടയായിട്ട് തീരുന്നത്. എന്നാൽ ശബ്ദത്തിന് പല പ്രയാസങ്ങൾ നേരിടുന്നു. നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ യൂദയുടെ ലേഖനമാണ് ചിന്തിക്കുന്നത്. ഒരു ധ്യാന പഠനമാണ്. നമ്മുടെ ആത്മീക വർധനവിനും നമ്മുടെ ഉപദേശത്തിനും നമ്മുടെ പ്രബോധനത്തിനൊക്കെ ആശ്വാസത്തിനൊതുങ്ങുന്ന ചില ചിന്തകൾ ഞാൻ വായിച്ചത്, എനിക്ക് മനസ്സിലായത് ഞാൻ ക്രമീകൃതമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പണ്ഡിതോചിതമായ ഒരു പഠനമല്ല എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സന്തോഷമുണ്ട്. എന്നാൽ പ്രായോഗികതയിൽ ഊന്നിക്കൊണ്ട് ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ അനുദിന ജീവിതത്തിൽ പാലിക്കേണ്ട ചില അതിപ്രധാനമായ ചില സത്യങ്ങളാണ്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് പുഷ്ടി നൽകും. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യൂദയുടെ ലേഖനം എന്ന് പറയുമ്പോൾ ഒരു പോർക്കളത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഒരു പോർക്കളത്തിന്റെ ചിത്രം. അതിലെ ഒരു പോർക്കളം എന്ന് പറയുമ്പോൾ ഒരു സൈന്യം, ആ സൈന്യത്തിന്റെ പ്രത്യേകതകളാണ് രണ്ടാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ സൈന്യത്തിന് പോർക്കളത്തിൽ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. തുടർന്ന് ആ പോർക്കളത്തിൽ ഒരു എതിരാളിയുണ്ട്. ആ എതിരാളികൾ സ്വാധീനിക്കപ്പെട്ടവരുടെ സ്വഭാവ സവിശേഷതകളാണ് തുടർന്ന് ഈ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അതിലെ ആദ്യത്തെ ഭാഗം 5ഉം 6ഉം വാക്യങ്ങളിൽ 5ഉം 6ഉം 7ഉം വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പൊതുവായിട്ടുള്ള അവരുടെ സ്വഭാവ എതിരാളിയായ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞിട്ട് തുടർന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു പക്ഷേ 16 വരെ എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറ്റ്ലീസ്റ്റ് 11 വരെ എങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എതിരാളിയായ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടവരുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെങ്കിലും നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ച വരെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതായത് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുക. അങ്ങനെ നിലനിൽക്കുന്നവർ സുരക്ഷിതരാണ് ഈ പോർക്കളത്തിൽ എന്നുള്ളത് 1ഉം 2ഉം വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. തുടർന്ന് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാണ് എന്നുള്ളത് 3ഉം 4ഉം വാക്യത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് 5 മുതൽ 7 വരെയുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കി ഓർക്കുന്നവരാണ്. ചരിത്രത്തിലെ ചില വസ്തുതകൾ, സംഭവങ്ങളെ അനുവാചകരുടെ ഓർമ്മയിലേക്ക് എഴുത്തുകാരൻ കൊണ്ടുവരികയാണ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, 5ആം വാക്യം ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. അപ്പൊ ചരിത്രത്തിൽ നടന്ന കാര്യം അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ വീണുപോയ ദൂതന്മാരെ കുറിച്ചും അവർക്കുള്ള ശിക്ഷാവിധിയെ കുറിച്ചുമാണ് നാം 6ആം വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. അത് അവരുടെ ഓർമ്മ പദത്തിലേക്ക് വീണ്ടും എഴുത്തുകാരൻ കൊണ്ടുവരികയാണ്. 7ആം വാക്യത്തിൽ സോദോം ഗോമോറയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതും ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. അതും അനുവാചകരുടെ ഓർമ്മയിലേക്ക് എഴുത്തുകാരൻ കൊണ്ടുവരികയാണ്. അങ്ങനെ 3 പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്. സുരക്ഷിതരാണ്, അനുസരണമുള്ളവരാണ്, ഓർക്കുന്നവരാണ്. ഇനി ഒടുവിലത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. 9 മുതൽ 25 വരെ ഒരു പ്രത്യേക പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് 3 ആയിട്ട് തിരിച്ച് നമ്മൾ ചിന്തിക്കുന്നതോടുകൂടെ യൂദയുടെ ലേഖന പഠനം അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അതിലെ 1ാമത്തെ ഒരു പ്രധാന തലക്കെട്ടും കൂടെയാണ് ഇനി പഠിക്കുന്നത്. സുരക്ഷിതരാണ്, അനുസരണമുള്ളവരാണ്, ഓർക്കുന്നവരാണ്. അത് കഴിഞ്ഞ ഒരു പ്രധാന തലക്കെട്ടും കൂടെ 9 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കും. അതിന് 3 ആയിട്ട് തിരിക്കും. അത് ഒരു ക്ലാസ് ഇന്നും, അടുത്ത ക്ലാസ് 2ാമത്തെ പാഠം അടുത്ത ക്ലാസ്സിലും, കർത്താവിന്റെ ഒരു താമസിച്ചാൽ 3ാമത്തെ പാഠം അതിനെ തുടർന്നുള്ള ക്ലാസ്സിലും
ചിന്തിച്ച് നമുക്ക് ഈ ലേഖനത്തിന്റെ പഠനം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ 9 മുതൽ 16 വരെയാണ് അതിന്റെ ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ 17 മുതൽ 23 വരെ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇന്നത്തെ ബാക്കിയുള്ള ഭാഗങ്ങളും 17 മുതൽ 23 വരെയുള്ള സെക്ഷനും ചിന്തിക്കാം. തുടർന്ന് 24, 25 ഒടുവിലത്തെ ക്ലാസ്സിൽ ചിന്തിച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് തലക്കെട്ട്, ഈ ലേഖനത്തില് ഞാൻ മനസ്സിലാക്കിയ ലാസ്റ്റ് തലക്കെട്ട് നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായിട്ട് നമുക്ക് 9 മുതൽ 16 വരെയാണെങ്കിലും ഇന്നത് മുഴുവൻ ചിന്തിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 9 മുതൽ 11 വരെയുള്ള 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 8 മുതൽ 11 വരെയുള്ള വാക്യം. അങ്ങനെ തന്നെ ഇരുവരും സ്വപ്നാവസ്ഥയിലായി. ജഡത്തെ നവീനമാക്കുകയും കർത്തൃത്വത്തെ ശുദ്ധീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ഭൂഷണം വിനിയോഗിച്ചിരിക്കാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ജയിക്കുന്നവയൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർ കയ്യോ കെട്ടാം, അവർ കയ്യിലോ വഴി നടക്കുകയും കൂടി കൊതിച്ച് വിലയാണ്ട് പറഞ്ഞ് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ഓരോ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, ഇതില് ഈ 11ാമത്തെ വാക്യം നമ്മൾ വചന ശുശ്രൂഷയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിന് മുൻപുള്ള കാര്യങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എന്താണ് ഈ ഭാഗത്തെ വിഷയം? 8 മുതൽ നമ്മൾ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്താ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്നും 3 ദൃഷ്ടാന്തങ്ങളാണ് തൊട്ടുമുകളിലെ 3 വാക്യങ്ങളിൽ പറയുന്നത്. അത് ദുരുപദേഷ്ടാക്കളുടെ പൊതുവായ പ്രത്യേകതയാണ്. എന്നാൽ ഈ 8 മുതലിൽ സ്പെസിഫൈ ചെയ്യുകയാണ് എഴുത്തുകാരൻ. അതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ 8 മുതൽ 16 വരെയും 17 മുതൽ 23 വരെയും 24 മുതൽ 25 വരെയും നാം ചിന്തിക്കുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാരുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതകളാണ് 16 വരെ നമ്മൾ കാണുന്നതെങ്കിൽ ശരിയായ ഉപദേഷ്ടാക്കന്മാരുടെ പ്രത്യേകതകളാണ് 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒടുവിലായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രംഗത്തോടു കൂടെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ 3 തിരിച്ചറിവുകളാണ് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരു തലക്കെട്ടാണ് അടുത്തത് കൊടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒന്നാമത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയുന്നവരാണ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് തെറ്റായ ഉപദേശത്തിന്റെ അപകടമാണ്. അത് 8 മുതൽ 16 വരെ. 17 മുതൽ 23 വരെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ ഉപദേശത്തിന്റെ പ്രയോജനമാണ്. അത് തിരിച്ചറിയണം. ഒടുവിലായിട്ട് 24ഉം 25ഉം വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആ മഹത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതോടുകൂടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തെറ്റായ ഉപദേശത്തിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. തെറ്റായ ഉപദേശത്തിന്റെ അപകടം അത് നമ്മൾ 8ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകമായ കാര്യമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. അതിനെന്നെ സഹായിച്ച പദങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ തന്നെ ഇവരെന്ന് വെച്ചാൽ ദുരുപദേഷ്ടാക്കന്മാർ, അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ തൊട്ടുമുകളിൽ പറഞ്ഞ പൊതുവായ സ്വഭാവ സവിശേഷതകളെ പോലെ തന്നെ ഉള്ളവർ ഇവരും സ്വപ്നാവസ്ഥയിലാവുക എന്ന് വെച്ചാൽ സുബോധം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത എന്നുള്ളതാണ് മൂലഭാഷയിൽ അതിന്റെ അർത്ഥം. സുബോധം നഷ്ടപ്പെട്ട, യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരവസ്ഥ. അപ്പോ അങ്ങനെയുള്ള ഒരവസ്ഥയിലായിട്ട് ജഡത്തെ മലിനമാക്കുന്നു, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു, മഹിമകളെ ദുഷിക്കുന്നു. അപ്പൊ ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് തെറ്റായ ഉപദേശത്തിന്റെ അപകടം യഥാർത്ഥമായ കാര്യങ്ങളുമായി ബന്ധമില്ലാതെ സുബോധം നഷ്ടപ്പെട്ട രീതിയിലുള്ള ചിന്തകൾക്ക് ഉടമകളായിട്ട് തീരും. അതിനെ എന്റെ തലക്കെട്ടായിട്ട് എന്റെ മനസ്സിലേക്ക് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ വന്നത് കാഴ്ചയാൽ നടക്കുക എന്നുള്ളതാണ്. കാഴ്ചയാൽ നടക്കുക. നിങ്ങൾ സസൂക്ഷ്മമായി 8 മുതൽ 16 വരെ വായിച്ചാൽ കാഴ്ചയാൽ നടക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രവൃത്തികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, എന്തുകൊണ്ടാണ് ഈ കാഴ്ചയാൽ നടക്കുക എന്ന് പറഞ്ഞത്? അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഈ തലക്കെട്ടിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ കാഴ്ചയാൽ നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം ലളിതമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസൃതമായി ജീവിക്കുക. നിങ്ങൾ വായിച്ചു നോക്കുക, 8 മുതൽ 16 വരെ കണ്ണിന് ഇമ്പകരമായ രീതിയിൽ, കാതിന് ഇമ്പകരമായ രീതിയിൽ വികാരങ്ങൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന പ്രവണതകളാണ് നമ്മൾ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ തിരുവെഴുത്ത് കൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗം വായിച്ചപ്പോൾ 2 കൊരിന്ത്യർ 5 അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ഞാനിവിടെ തലക്കെട്ടായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. കാഴ്ചയാൽ ജീവിക്കുക. അപ്പൊ തെറ്റായ ഉപദേശത്തിന്റെ സ്വാധീനത നമ്മിലുണ്ടോ എന്ന് എങ്ങനെ അറിയാം? തെറ്റായ ഉപദേശത്തിന്റെ സ്വാധീനത എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? കാഴ്ചയാൽ നടക്കുന്നവരാണോ ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ തെറ്റായ ഉപദേശത്താൽ പിടിക്കപ്പെട്ടവരാണ്. എന്താണ് ഈ കാഴ്ചയാൽ നടക്കുക എന്നുള്ളത് കൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക. ഇനി പൗലോസിന്റെ ഭാഷ തന്നെ കടമെടുത്താൽ, അല്ലെങ്കിൽ വചനം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, എഫേസ്യ ലേഖനം 2 പറയുന്നത് പോലെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. ഇതാണ് ഇന്ദ്രിയങ്ങൾക്കനുസൃതമായി ജീവിക്കുക, കാഴ്ചയാൽ നടക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം കാഴ്ചയാൽ നടക്കുന്നവരാണ് എന്നുള്ളതാണ്. കാഴ്ചയാൽ നടക്കുന്നത്. അടുത്തതായിട്ട് നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. കാഴ്ചയാൽ ജീവിക്കുന്നതിന്, അല്ലെങ്കിൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ ഒരു വിശ്വാസി ജീവിച്ചാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? എന്തായിരിക്കും അതിന്റെ സിംറ്റംസ് എന്നാണ് നമ്മൾ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. 8 വരെയുള്ള സമയത്തിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ചിന്തിച്ച് ബാക്കി കർത്താവിനെ ഒരുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച കൂട്ടി ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം 8-ാം വാക്യത്തിൽ വായിച്ചു, അതിലെ ക്രിയാപദം അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കും. അപ്പൊ ഒന്നാമത്തെ അവരുടെ ലക്ഷണം എന്ന് പറയുന്നത് മലിനമാക്കുന്നവരാണവർ. കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം മലിനമാക്കും. എന്താണ് മലിനമാക്കുന്നത്? അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വപ്നാവസ്ഥയിലായി സുബോധം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായത് ചിന്തിക്കാതെ ജഡത്തെ മലിനമാക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തെ മലിനമാക്കുന്നു. എന്താ ഇവിടെ മലിനത എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? കേവലം നമ്മളിപ്പോൾ യോഗത്തിനായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിനായിട്ട് വരുന്ന വഴിക്ക് റോഡിൽ ചെളി ഉണ്ടായിരുന്നു. ആ ചളിയിൽ ഒരു വാഹനം കയറി പോയപ്പോൾ നമ്മുടെ മേത്ത് തെറിഞ്ഞു. അങ്ങനെ നമ്മുടെ ദേഹത്ത് അഴുക്ക് പുരണ്ടു. ഇതാണോ അർത്ഥമാക്കുന്നത്? അല്ല. പിന്നെ ജഡത്തെ മലിനമാക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്താൽ മലിനമാക്കപ്പെടുക. നമ്മുടെ ജീവിതം പാപം മുഖാന്തരം മലിനമാക്കപ്പെടുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ സുബോധം നഷ്ടപ്പെട്ടവർ, യാഥാർത്ഥ്യവുമായിട്ടുള്ള കാര്യങ്ങളെ വില കൽപ്പിക്കാത്തവർ, യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാതെ സങ്കല്പ ലോകത്ത് ജീവിക്കുന്നവർ, അവരാണ് സുരുപദേശാക്കന്മാർ. അവർക്കുള്ള ഒരു അപകടം എന്ന് പറയുന്നത് അവർ പാപത്താൽ തങ്ങളുടെ ജീവിതത്തെ മലിനമാക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തെ പാപം മുഖാന്തരം നാം മലിനമാക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, ഈ മാലിന്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മിലേക്ക് വരും. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവരെ കാൽ മാത്രമാണ് കഴുകേണ്ടതുള്ളൂ. അപ്പോൾ ഈ മരുയാത്രയിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലിൽ മാലിന്യം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ദിനംതോറും കഴുകൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: പാപത്തെ നാം ഏറ്റവും വെറുക്കുന്ന ഒന്നിനോട് നാം താരതമ്യപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇവിടെ മലിനത എന്നുള്ളത് കൊണ്ട് മനുഷ്യ മലത്തോട് നമുക്ക് ഉപമിക്കാം. നാം വളരെ രസിച്ച് ചെയ്യുന്ന ഏത് പാപവും നാം ഏറ്റവും അറയ്ക്കുന്ന ഒരു വിഷയവുമായിട്ട്
സങ്കല്പിക്കുക, അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് ചിന്തിക്കുക എന്നാണ് ആ എഴുത്തുകാരൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു മനുഷ്യ മലത്തോട് നമ്മൾ പാപത്തെ ഉപമിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും നമ്മുടെയോ മറ്റുള്ളവരുടെയോ ഈ മാലിന്യം അത് നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ അവരുടെ വിസർജ്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ദേഹത്ത് പരത്തി അഭിമാനത്തോടുകൂടെ പുറത്തേക്ക് പോവുകയില്ല. നമ്മുടെ ദേഹത്ത് ആവുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല. അഥവാ ആയാൽ തന്നെ ഉടനടി അത് നമ്മൾ വൃത്തിയാക്കുവാൻ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അതേ ആശയമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ മാലിന്യങ്ങൾ പറ്റാം. പക്ഷെ അത് കഴുകുന്നതിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ 100% പുണ്യാളനായി ജീവിക്കുവാനായിട്ട് ഈ ആദാമിന്റെ പ്രകൃതമുള്ള ഈ ശരീരത്തിൽ നമുക്ക് സാധിക്കുകയില്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിൽ നീതിമാനായ കാര്യസ്ഥനുണ്ട്. അപ്പൊ ആ പ്രോസസ്സ് കർത്താവിനറിയാം. നമ്മൾ അത് യാഥാർത്ഥ്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെല്ലാവരും അനുദിനം വീഴ്ച സംഭവിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ മലിനത കഴുകി എത്രയും വേഗം ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോവുക, വിശുദ്ധിയെ തികച്ച് മുന്നേറുക എന്നുള്ള സത്യം നാം എന്നും ഓർത്തിരിക്കേണ്ടതും പാലിക്കേണ്ടതും ആവശ്യമാണ്. മാത്രമല്ല, ഈ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുക എന്ന് പറയുമ്പോൾ, ഈ മലിനമാക്കുന്ന ഈ പാപം അത് ഒരിക്കലും അതിന്റെ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയില്ല. അതിന്റെ സന്തോഷമുള്ള, അല്ലെങ്കിൽ സുഖമുള്ള വശം മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ അത് തുറന്നു വെക്കുകയുള്ളൂ. മറ്റെല്ലാത്തിന്റെയും മുമ്പാകെ അത് കണ്ണടക്കും. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാപം തന്റെ ശരിയായ മുഖം ഒരിക്കലും കാണിക്കുകയില്ല. ശരിയായ മുഖം കാണിച്ചാൽ നമ്മൾ ആരും പാപം ചെയ്യുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ നമ്മുടെ ഇഷ്ടപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന ആ ഫേസ് മാത്രമേ പാപം നമ്മിൽ കാണിക്കുകയുള്ളൂ. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ 2007 ഏപ്രിൽ മാസം 1-ാം തീയതി നമ്മൾ എല്ലാവരും വളരെ ബഹുമാനിച്ചിരുന്ന, കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടിരുന്ന കൃഷ്ണൻകുട്ടി തിരുവട്ടാർ എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിന്റെ ഉള്ളിലേക്ക് വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വരാനിടയായിട്ട് ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ വിശ്വാസികൾക്കുള്ള സന്ദേശം കേട്ടിട്ടില്ല. ഒരൊറ്റ സന്ദേശമേ കേട്ടിട്ടുള്ളൂ. അത് അന്നാണ് കേട്ടത്. അപ്പോ കാരണം എനിക്ക് തോന്നുന്നു, ഞങ്ങൾ അന്നത്തെ എൽഡേഴ്സ് ഇദ്ദേഹം ബൈബിളില്ലാതെ പ്രസംഗിക്കാൻ പുൾപിറ്റിൽ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിനോടൊരു വിരോധം എന്താണെന്ന് അറിഞ്ഞുകൂടാ, വിളിക്കാറില്ലായിരുന്നു. പക്ഷെ ആ എൽഡേഴ്സിന്റെ നിര പോയി പുതിയ എൽഡേഴ്സ് വന്നപ്പോ അവരെ അദ്ദേഹത്തെ വിളിച്ചു. അന്നും അദ്ദേഹം പതിവ് പോലെ ബൈബിളില്ലാതെ ആണ് വിശ്വാസികളുടെ മധ്യത്തിലെ ശുശ്രൂഷയിൽ കയറിയത്. പക്ഷെ ഞാനൊക്കെ ഇതിന് കുറിപ്പൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ അദ്ദേഹം കുറിപ്പൊന്നും ആവശ്യമില്ല, അവിടെ നിന്നു 1 മണിക്കൂറോളം സുന്ദരമായി ദൈവജനത്തോട് മുഷിപ്പില്ലാത്ത രീതിയിൽ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രസംഗം കേട്ടിട്ടുള്ളെങ്കിലും അതെന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളടക്കം. അപ്പൊ ഈ പാപത്താൽ മലിനമാക്കപ്പെടുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിന് പറ്റിയൊരു ദൃഷ്ടാന്തം ഞാൻ ഓർത്തു. നമുക്കറിയാം, 1 മണിക്കൂറൊക്കെ ശ്രദ്ധിച്ചിരിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അപ്പൊ ദൃഷ്ടാന്തങ്ങൾ അത് നമ്മെ സഹായിക്കും എന്നുള്ള ഒരു വസ്തുതയാണല്ലോ. ചിലപ്പോഴത് കിട്ടാറില്ല, ചിലപ്പോഴൊക്കെ അത് കിട്ടും. യോജിച്ച് വരുമ്പോൾ നമ്മളത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻകുട്ടി സഹോദരൻ അന്ന് പ്രസംഗിച്ചത് വിശ്വാസിയുടെ ശരീരം എന്നുള്ള വിഷയമായിരുന്നു. വിശ്വാസിയുടെ ശരീരം, ഇത് നമുക്ക് ജഡത്തെ മലിനമാക്കുക എന്നുള്ള ബന്ധത്തിൽ അതെന്നെ ലിംഗിച്ചു. വർഷങ്ങൾ എത്രയോ പിന്നിട്ടു. 2007 കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് വിശ്വാസിയുടെ ശരീരം, 1, അദ്ദേഹത്തിന്റെ ശൈലി പ്രകാരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്, ക്രിസ്തുവിന്റെ അവയവമാണ്. 2, ക്രിസ്തുവിന്റെ അവയവമാണ്. 3, ക്രിസ്തുവിന്റെ ആലയത്തെ യാഗവസ്തുവാണ്. ആ രീതിയിൽ 3 കുറിപ്പുകളാണ് അദ്ദേഹം വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് പറയാനിടയായിട്ട് തീർന്നത്. ആ റെഫറൻസ് അവിടെയുണ്ട്. അത് അദ്ദേഹത്തിന്റെ കോട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ദൃഷ്ടാന്തമാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത്. യോഹന്നാന്റെ സുവിശേഷം എടുത്തു വായിക്കേണ്ട 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു, കർത്താവിന്റെ ആലയത്തെ അന്നത്തെ മത നേതൃത്വം വാണിഭശാല ആക്കിയപ്പോൾ കർത്താവ് എന്താ ചെയ്തത് നിങ്ങൾക്കറിയാമോ? യോഹന്നാൻ 2-ൽ നാം വായിക്കുന്നുണ്ട്, ചാട്ട ഉപയോഗിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, പാപം ചെയ്ത് കർത്താവിന്റെ ചാട്ട
പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരുവാൻ ഇടയായിട്ട് തീരരുത്. പാപം ചെയ്ത് കർത്താവിന്റെ ചാട്ടയുടെ അടി ഏൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ആയിത്തീരാൻ ഇടയാകരുത്. ഒരു കാര്യം കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവത്തിന്റെ ആലയമാകുന്ന നിങ്ങളുടെ ശരീരമായ മന്ദിരത്തെ വാണിഭശാലാക്കരുത്. നിങ്ങളുടെ ശരീരം എന്ന ദൈവത്തിന്റെ ആലയത്തെ വാണിഭശാല ആക്കിയാൽ ചാട്ട അവന് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ദിനംതോറുമുള്ള ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട് ഈ മാലിന്യം കുമിഞ്ഞു കൂടുമ്പോൾ അതിന്റെ ഉടമസ്ഥന് അത് വളരെ വേദന ഉളവാക്കും. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു ചാട്ട കൊണ്ട് നമ്മെ കർത്താവ് ശുദ്ധീകരണ പ്രക്രിയ നടത്തും. അങ്ങനെയുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. കാരണം ശുദ്ധീകരണം കൂടാതെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ദിനംതോറും നമ്മൾ വീഴുന്ന മലിനതകളെ കഴുകിക്കളയുന്നതിൽ ദയവായി ശ്രദ്ധാലുക്കളാകണേ എന്നുള്ള അപേക്ഷയാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയണം. എന്നാൽ ദുരുപദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവർ അതിൽ ശ്രദ്ധാലുക്കളല്ല. ഇപ്പോ പുതുതായി രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്, സുവർണ അവസരമാണ്. ഓരോ ദിവസവും പറ്റുന്ന അഴുക്കുകളെ അന്നാന്ന് തന്നെ കഴുകിക്കളയുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആലയമായ നിങ്ങളുടെ ശരീരത്തെ വാണിഭശാല നിങ്ങളാക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ചാട്ടയുടെ പ്രയോഗം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരികയില്ല. അല്ല എങ്കിൽ ഈ ചാട്ട കൊണ്ടുള്ള പ്രയോഗത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അത്രയേ ഉള്ളൂ, മലിനമാക്കുക എന്നുള്ളതാണ് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണം. അടുത്തത് നാം അവിടെ കാണുന്നത് 8-ാം വാക്യത്തിൽ തന്നെ കാണുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും, അടുത്ത ക്രിയാപദം കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക. തുച്ഛീകരിക്കുക എന്നുള്ളതിന് വേറെ തർജ്ജമകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ തുച്ഛീകരിക്കുക ഒരു പക്ഷെ ഇപ്പോഴത്തെ മലയാള പ്രയോഗം അർത്ഥം മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്കറിയാം പല ഭാഷാന്തരങ്ങളുണ്ട്. ഇപ്പൊ ബൈബിൾ സൊസൈറ്റി ആധുനിക വിവർത്തനം 300 രൂപ, 350 രൂപയുള്ളതെന്ന് തോന്നുന്നു, പുതിയ തർജ്ജമ ബൈബിൾ സൊസൈറ്റി ഇറക്കിയിട്ടുണ്ട്. അത് കൂടാതെ മറ്റ് ആധുനിക വിവർത്തനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ POC ഓശാന പ്രസിദ്ധീകരണങ്ങളും അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ധാരാളം തർജ്ജമകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഈ പദത്തിന്റെ അർത്ഥം മൂലഭാഷ പോലും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയുള്ളത് റെഫർ ചെയ്യുമ്പോൾ സാധിക്കും. അപ്പൊ തുച്ഛീകരിക്കുക എന്നുള്ളതിന് ഞാൻ അങ്ങനെ പരിശോധിച്ചപ്പോൾ അർത്ഥം കണ്ടത് എങ്ങനെയാണ്: വില കുറച്ച് കാണുക, അധികാരത്തെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. അധികാരത്തെ തള്ളിപ്പറയുക. അപ്പോ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വില കുറച്ച് കാണുക, അധികാരത്തെ തള്ളിപ്പറയുക, തുച്ഛീകരിക്കുക. അപ്പൊ ദൈവം, നമുക്കറിയാം റോമാലേഖനം 14 നാം വായിക്കുന്നുണ്ട്, എല്ലാ അധികാരവും ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവത്താൽ സ്ഥാപിതമാണ് എല്ലാ അധികാരവും. അപ്പൊ ദൈവത്താൽ സ്ഥാപിതമായ ഈ എല്ലാ അധികാരങ്ങൾക്കും നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തന്റെ പരമാധികാരം, ആ പരമാധികാരത്തിൽ തന്റെ അധികാരം അതിങ്ങനെ ഡെലിഗേറ്റ് ചെയ്തിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നിയമിച്ചിരിക്കുകയാണ് അധികാരസ്ഥന്മാർക്ക്. സഭയിലാണെങ്കിൽ സഭാ നേതൃത്വത്തിന്, ഭവനത്തിലാണെങ്കിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഗൃഹനാഥന്മാർ, ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥ, ഈ അധികാര വ്യവസ്ഥയെ നാം വില കുറച്ച് കാണരുത്, നാം തള്ളിപ്പറയരുത് എന്നാണ് ഇവിടെ. എന്നാൽ കാഴ്ചയാൽ നടക്കുന്നവരാണെങ്കിൽ, അവർ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന്റെ തലയായിരിക്കുന്ന ഭർത്താവിന് കീഴ്പ്പെടുകയില്ല. കാഴ്ചയാൽ ജീവിക്കുന്നവരുടെ ലക്ഷണമാണ്. അവർ അതിനെ തള്ളിപ്പറയും. പിന്നെ നമ്മൾ സ്കൂളിൽ നോക്കുകയാണെങ്കിൽ ഈ അധികാരത്തിന്, ഇപ്പൊ നമുക്കറിയാം ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ആ അധികാരത്തിന് വിധേയപ്പെട്ടവരാണ് വിദ്യാർത്ഥികൾ. പക്ഷേ ഈ ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ തലമുറ അവർക്ക് അതിന് വിധേയപ്പെടുകയില്ല, കീഴ്പ്പെടുകയില്ല. അവർ അതിനെ തള്ളിപ്പറയും. അത് വരുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ അത് അവർ കാണുന്നില്ല, അത് സൊസൈറ്റിയിലേക്കും വരിക. ആ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഭയിൽ വരുമ്പോൾ സഭയിലും ഒരു പക്ഷേ നമ്മേക്കാൾ പക്വതയോ നമ്മളെക്കാൾ പരിജ്ഞാനമോ കുറവുള്ളവരായിരിക്കാം നേതൃത്വമെങ്കിലും ദൈവം വെച്ച അധികാര വ്യവസ്ഥ എന്നുള്ള നിലയിൽ കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യം. അതിന് വില കുറച്ച് കാണാൻ പാടില്ല. അതിനെപ്പോഴും എന്നെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
നാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വന്നൊരു ഇതായത് വേഗത്തിൽ ഒന്നതൊന്ന് പറഞ്ഞു മുന്നോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും പരിജ്ഞാനമുള്ള, ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, ഏറ്റവും പരിജ്ഞാനം കുറഞ്ഞ വ്യക്തികൾക്ക് കീഴടങ്ങിയതിന്റെ മനോഹരമായ ഒരു മകുടോദാഹരണം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? 51-ാം വാക്യത്തിൽ ഞാൻ തന്നെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:51. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങി. പരമാധികാരിയായ കർത്താവാണ്. ആ കർത്താവ് സകലത്തിലും നമുക്ക് മാതൃകയാകുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നപ്പോൾ കാണിച്ചു തന്നൊരു മാതൃകയാണ്. തന്റെ മാതാപിതാക്കൾക്ക്, തന്റെ മാതാപിതാക്കൾ എന്ന് വെച്ചാൽ തന്നേക്കാൾ എത്രയോ പരിജ്ഞാനം കുറഞ്ഞവരാണ്, തന്നേക്കാൾ എത്രയോ കഴിവ് കുറഞ്ഞവരാണ്, തന്നേക്കാൾ എത്രയോ നിസ്സാരരാണ്. പക്ഷേ അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത് നമുക്കും പാലിക്കാനായിട്ട് വളരെയധികം കടപ്പാടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതിന് യാതൊരു എന്നാൽ ദുരുപദേഷ്ടകന്മാർ അത് തുച്ഛീകരിക്കും, വില കുറച്ച് കാണും എന്നുള്ളതിന് യാതൊരു സംശയം. അടുത്തതായിട്ട് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ദുഷിക്കുക എന്നുള്ള ക്രിയാപദം കാണുന്നു. അപ്പൊ മറ്റൊരു ലക്ഷണമാണ്, കാഴ്ചയാൽ നടക്കുന്നവരുടെ മറ്റൊരു ലക്ഷണം ദുഷിക്കുക. എന്താണ് ദുഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവമഹത്വത്തിനായി വെച്ചിരിക്കുന്ന എല്ലാറ്റിനെയും ക്രമീകരണങ്ങളെയും ഒക്കെ ദുഷിക്കുക, അല്ലെങ്കിൽ കളിയാക്കുക, അല്ലെങ്കിൽ നിസാരവൽക്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദുഷിക്കുക എന്നുള്ളത്. അപ്പൊ ദൈവമഹത്വത്തിനായിട്ട് വെച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അതിനെ വില കുറച്ച് കാണുന്നത് ദുഷിക്കുന്നതിന് സമാനമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് നാം അവിടെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഈ ദുഷിക്കുന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. 9-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. ദുഷിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവാണ്, എന്നാൽ അതിന് നല്ല വശം ദുഷിക്കാതിരിക്കുക, അതിനൊരു ഉദാഹരണമാണ് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. നാം നേരത്തെ കർത്താവിന്റെ മാതൃക കണ്ടു. ഇവിടെ ഇതാ മറ്റൊരു മാതൃക. ഈ വിഷയങ്ങളൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, സമാനമാണ്. അപ്പൊ അതിന് മറ്റൊരു മാതൃകയാണ് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി, നേരത്തെ നമ്മൾ ദുഷിക്കുക എന്ന് പറഞ്ഞു, ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. എന്താ ഇതിന്റെ അർത്ഥം? ഈ സംഭവം തിരുവഴുത്തിൽ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. യൂദ ദൈവാത്മാവിനാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് പഠിക്കാവുന്ന ഒരു മനോഹരമായ പാഠമുണ്ട്. കാഴ്ചയാൽ നടക്കുന്നവർ വിധേയത്വമില്ലാതിരിക്കുമ്പോൾ, കീഴടങ്ങാതിരിക്കുമ്പോൾ ഇവിടെ മീഖായേൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? മീഖായേൽ പറയുകയാണ്, ഒരു പക്ഷേ സാത്താനോട് തർക്കിച്ച് വാദിക്കുന്ന സമയത്ത് പറയാം, സാത്താനെ, നിനക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകമാണ്, നീ അവിടേക്ക് പോകേണ്ടവനാണ്, നീ എന്നോട് ഇതിനെ കുറിച്ചൊന്നും വാദിക്കാനോ പറയാനോ നീ ആളല്ല എന്നൊക്കെ വേണമെങ്കിൽ മീഖായേലിന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ അവിടെ മീഖായേൽ ചെയ്ത പ്രവൃത്തി നാം അവിടെ വായിക്കുന്നത് കർത്താവ് നിന്നെ ഭർസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ അതിനെ അർത്ഥമാക്കുന്നത് കർത്താവിന്റെ ആ അധികാരത്തിന് വിധേയനായിട്ട് നിൽക്കുകയാണ്. തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അധികാര പരിധിയുണ്ട്. അതിന് സാത്താനെ പോയി ചീത്ത പറയുക എന്നുള്ളത് മീഖായേലിന്റെ കടപ്പാടല്ല. മീഖായേലിന്റെ കടപ്പാട് എന്ന് പറയുന്നത് തന്റെ യജമാനൻ എന്തു പറയുന്നു അത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ്. ആ യജമാനനെ വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ദൈവം തന്ന അധികാര പരിധി വിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ദുരുപദേഷ്ടാക്കന്മാർ അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാര പരിധി അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അധികാര പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം നമ്മുടെ കർത്താവും കീഴടങ്ങിയ അല്ലെങ്കിൽ വിധേയത്വമുള്ളതിന് മാതൃകയാണ്. ഇവിടെ ഇതാ പ്രധാന ദൂതനായ മീഖായേലും വിധേയത്വമുള്ള ജീവിതത്തിന് നല്ല ഒരു ഉദാഹരണമാണ്. അപ്പൊ ദുരുപദേഷ്ടാക്കന്മാരുടെ ഈ പ്രവണത, വിധേയത്വം ഇല്ലാതിരിക്കുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിധിയുണ്ട്, ഒരു പരിധിയുണ്ട്. കുടുംബത്തിൽ ഒരു പരിധിയുണ്ട്, സൊസൈറ്റിയിൽ ഒരു പരിധിയുണ്ട്, സഭയിൽ ഒരു പരിധിയുണ്ട്. അത് വിട്ട് കളിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ
നമ്മുടെ ജഡമോഹവും നമ്മുടെ ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ പ്രതികരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് അത് നമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് മാതൃക കാണിച്ചു തന്നു. ഇവിടെ ഇതാ ദൂതൻ, എത്രയോ ശക്തനാണ് ഈ ദൂതൻ. എന്നാൽ ആ ദൂതൻ പോലും കർത്താവ് നിന്നെ വർഷിക്കട്ടെ, കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടട്ടെ, ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് തനിക്ക് ലഭിച്ച അധികാര പരിധി വിട്ട് പെരുമാറാതെ അവിടെ വിധേയത്വം പുലർത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മാതൃക ഞാനും നിങ്ങളും പാലിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നാം കാഴ്ചയാൽ നടക്കുന്നവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് നാം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇവരോ എന്ന് വെച്ചാൽ ഈ ദുരുപദേഷ്ടാക്കന്മാരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കും. അപ്പൊ അടുത്ത ഒരു ക്രിയാപദം വഷളാക്കുക എന്നുള്ളതാണ്. വഷളാക്കുക. അപ്പോ അടുത്ത പാഠം നമ്മൾ അതാണ് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് വഷളാക്കുക. എന്താണ് വഷളാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ എങ്ങനെയാ വഷളാക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നാം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അറിയാത്തതെല്ലാം ദുഷിക്കുക എന്നുള്ളത്. അതിന് ഒരു മനോഹരമായിട്ടുള്ള കമന്ററിയിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അറിയാത്തതെല്ലാം ദുഷിക്കുക. വിശ്വാസത്താൽ അറിയാത്തതെല്ലാം ദുഷിക്കുക. അപ്പൊ നമുക്കറിയാം, സയൻസ് വിഷയങ്ങളൊക്കെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് വിശ്വസിക്കാനായിട്ട് അംഗീകരിക്കാനായിട്ട് പ്രയാസമില്ല. എന്നാൽ തിരുവഴുത്തിലെ ദൈവികമായ സത്യങ്ങളെല്ലാം നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയാൻ സാധിക്കുകയില്ല. നമുക്കത് വിശ്വാസത്താലാണ് അംഗീകരിക്കാനായിട്ട് സാധിക്കുക. ഇവിടെയുള്ള ദുരുപദേഷ്ടാക്കന്മാർ അവർ വിശ്വാസത്താൽ അറിയാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ വിശ്വാസത്താൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം ദുഷിക്കും. അതാണ് അവിടെ പറയുന്നത്. നമ്മുടെ വായിച്ച ഇവരോ തങ്ങൾ അറിയാത്തതല്ല, വിശ്വാസത്താൽ അറിയാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളെയും അവർ ദുഷിക്കുക. അത് അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല, അതവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതൊക്കെയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് കാണുന്നതും മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങളെ അവരെ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളത് ദുരുപദേഷ്ടാക്കന്മാരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മൃഗത്തോടാണ് ഇത് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ മൃഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൃഗത്തിന്റെ അറിവ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല. മാത്രമല്ല, മൃഗത്തിന് വിവേചന ശക്തിയില്ല. നമുക്കറിയാം, ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ പെരുമാറണം എന്ന് മൃഗത്തിന് അറിയുകയില്ല. അതൊക്കെയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രത്യേകത. അതാണ് വഷളാക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വാസത്താൽ സത്യങ്ങളെ അറിയാൻ സാധിക്കാത്തത് കൊണ്ട്, ആ വിശ്വാസത്താൽ അറിയുക എന്നുള്ളത് കർത്താവിന് അടുത്ത ക്ലാസ്സിലുള്ളത് കൊണ്ട് ഞാനത് ഇപ്പോഴത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്താൽ അറിയാത്ത കാര്യങ്ങളെ, വിശ്വാസത്താൽ അറിയേണ്ട കാര്യങ്ങളെ വിശ്വാസത്താൽ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നത്, അവരുടെ ജീവിതത്തിലെ എങ്ങനെയാ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അതാത് സമയത്ത് എങ്ങനെയാണെന്നുള്ളതിന് യാതൊരു ഔചിത്യബോധവും ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാരിൽ, മൃഗത്തെ പോലെ മൃഗ സ്വഭാവമുള്ളവരായിട്ട് അവർ തീരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം തങ്ങളെ തന്നെ വഷളാക്കുകയാണ്. വിശ്വാസത്താൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ഒക്കെ മൃഗസമാനരായിട്ട് അവർ സ്വാഭാവികമായത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം: അവർക്കയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോ അയ്യോ കഷ്ടം എന്നുള്ള പ്രയോഗമാണ് നമുക്ക് അവർക്ക് എന്നുള്ളതാണ്. ഇതൊരു ഉപദേഷ്ടാക്കന്മാർക്ക് അല്ലെങ്കിൽ എതിരാളിയുടെ സ്വാധീന വലയത്താൽ പെട്ട് ജീവിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഈ അയ്യോ കഷ്ടം എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത നേരെ യെശയ്യാ പ്രവചനത്തിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നുണ്ട്. ഒരു ശപിക്കപ്പെട്ടതിന്റെ ന്യായമായിട്ടും ശപിക്കപ്പെട്ടതിന്റെ ഒരു ചിത്രമാണ്
നമുക്ക് അയ്യോ കഷ്ടം എന്നുള്ളത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ശപിക്കപ്പെടുക എന്നുള്ള ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായത്തിന്റെ ഒന്ന് വായിക്കാം. കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരും ഈ അയ്യോ കഷ്ടവും എന്ന് പറഞ്ഞതിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒന്ന് കൊരിന്ത്യർ 16-22 വായിക്കാമോ? ഓക്കെ. അപ്പൊ ഇവിടെ കർത്താവ് വരുന്നുവെന്നും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്നുള്ളതും ദുരുപദേഷ്ടാക്കന്മാർക്ക് വിഷയമല്ല. അല്ലെങ്കിൽ കാഴ്ചയാൽ ജീവിക്കുന്നവർക്ക്, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു വിഷയമല്ല. അപ്പോ അതാണ് അവിടെ ശപിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അവർ കർത്താവിന്, ഈ ദുരുപദേഷ്ടാക്കന്മാർ, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നവർ, ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നവർ, കണ്ണിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നവർ, ചെവിക്ക് ഇഷ്ടമുള്ളതിനായി സമയം വേർതിരിക്കുന്നവർ, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ, അവർ കാഴ്ചയാൽ നടക്കും. അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരല്ല. അതുകൊണ്ട് ഇവിടെ യൂദ പറയുക അവർക്ക് അയ്യോ കഷ്ടം, കാരണം അവർ ശപിക്കപ്പെട്ടവരാണ്. അപ്പോ അതിന്റെ പ്രായോഗികമായ ഒരു ആശയം എന്ന് പറയുന്നത് നാം കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കണം. ആർക്കാണ് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുക? ഞാൻ സമയം പോകുന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. ഇത് നിങ്ങളെ ചിന്തിപ്പിച്ച് പറയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ സാധിക്കുമെങ്കിലും ഇതറിയാവുന്ന കാര്യമായതുകൊണ്ട് വേഗം തന്നെ പറയുകയാണ്. ലൂക്കോസ് 7:43 നാം വായിക്കുന്നുണ്ട്, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. നമ്മൾ ആ ഭാഗം ഞാൻ ഈ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആണ് ഈ ഭാഗം തയ്യാറാക്കിയത്. അപ്പൊ അന്ന് പ്രഭാത ധ്യാനത്തിനെടുത്ത ഭാഗമായിരുന്നു ലൂക്കോസ് 7:47 അധ്യായം എന്ന് പറയുന്നത്. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പരീശൻ കർത്താവിന് ഭക്ഷണത്തിന് വിളിക്കുകയാണ്. അപ്പൊ ഒരു പാപിനിയായ സ്ത്രീ വന്നിട്ട് അവളുടെ നിക്ഷേപം മുഴുവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് പൊട്ടിച്ച് കർത്താവിന്റെ കാൽക്കൽ പൂശുകയാണ്. ആ പരീശനെ സംബന്ധിച്ച് ചെലവ് അന്ന് കൂടിയ ആളുകൾക്കുള്ള സദ്യയുടെ ചെലവ് മാത്രമാണ്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ച്, പാപിനിയായ സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അംഗീകാരവും ആ കൂട്ടത്തിൽ അവൾക്ക് ഇല്ലെങ്കിൽ തന്നെയും അവൾ അവളുടെ സമ്പത്ത് മുഴുവൻ കർത്താവിന് കൊടുത്തു എന്നുള്ളതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അധികം അവൾക്ക് ഇളച്ചു കിട്ടി. അതുകൊണ്ട് അവൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നു. നമുക്ക് ലഭിച്ച പാപമോചനത്തിന്റെ ആ ആഴം നമ്മൾ ഓർക്കുമ്പോൾ അതിന്റെ വലിപ്പവും മഹത്വവും തിരിച്ചറിയും. അയ്യോ അരിഷ്ട മനുഷ്യനാണ് ഞാൻ, എന്നെ കർത്താവ് കടാക്ഷിച്ചു, എളിയവനും ദരിദ്രനുമാണ് ഞാൻ, പറയത്തക്ക ഒരു വിശേഷതയും ഇല്ലെങ്കിൽ അവൻ എന്നെ വിചാരിച്ചു എന്നത് ഓർക്കുമ്പോൾ നമുക്ക് അവനോടുള്ള ആ സ്നേഹം അത് വർദ്ധിക്കും. ഇവിടെ ആ സ്ത്രീ അധികം മോചിച്ചു കിട്ടിയത് കൊണ്ട് അവൾക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കുകയാണ്. അപ്പോ ആ നമുക്ക് ലഭിച്ച രക്ഷയുടെ ആ വലിപ്പം, അതാണ് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ കർത്താവിനെ നമുക്ക് ആഴമായി സ്നേഹിക്കാൻ, അക്ഷയമായി സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ വേഗത്തിൽ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് അറിവുള്ളതാണ് എങ്കിലും ഒന്ന് പറഞ്ഞു പോകാനായിട്ട് എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണം. മർക്കോസിന്റെ സുവിശേഷം 12:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം, പൂർണ്ണ ശക്തിയോടെ. ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് ചിന്തിക്കാൻ സാധിക്കുമെങ്കിലും ഇത് ക്ലാസ് എന്നുള്ള നിലയിൽ ഒരു സംക്ഷിപ്ത വിവരണം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. എന്താണ് ഹൃദയം, എന്താണ് ആത്മാവ്, എന്താണ് മനസ്സ്, എന്താണ് ശക്തി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നു. അത് നാം വളരെ വ്യക്തമായിട്ട് പരസ്പര വിരുദ്ധമല്ലാതെ മനസ്സിലാക്കേണ്ടത് ആവശ്യം. അങ്ങനെ പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ചിത്രമാണ് അവിടെ വരുന്നത്. അങ്ങനെ വേണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാം. അപ്പൊ ശപിക്കപ്പെടുക എന്നുള്ള ആ പദത്തിൽ നിന്ന് ദുരുപദേഷ്ടാക്കന്മാരായ ആളുകൾ അവർ കർത്താവിനെ സ്നേഹിക്കാത്തവരാണ്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാത്തവർ അവർക്ക് അയ്യോ കഷ്ടം, ശപിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നുള്ളത് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് അതിന്റെ മറുവശമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അടുത്ത 3 പാഠങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 11-ാം വാക്യത്തിൽ കാണുന്നത് തന്നെയാണ്, നമുക്ക് അറിവുള്ള കാര്യമാണ്. 1, കയ്യിന്റെ വഴിയിൽ നടക്കുക എന്നുള്ളത് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണം. എന്താണ് കയ്യിന്റെ വഴിയുടെ പ്രത്യേകത?
ഒരു 8 പ്രത്യേകതകളെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പ്രസംഗങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഞാനത് ആ ഭാഗം 34 അധ്യായം ധ്യാനിച്ചപ്പോൾ ലഭിച്ച കുറിപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിശ്വാസത്തിന്റെ, അസൂയയുടെ, അനുസരണക്കേടിന്റെ, അനുതാപമില്ലാത്ത അഭക്തിയുടെ വഴിയായിരുന്നു കയ്യിന്റെ അല്ലെങ്കിൽ അവനയുടെ അതിരുകളില്ലാത്ത വഴി. ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കയ്യിന്റെ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയാൽ ജീവിക്കുകയാണ്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയാണ്. അതാണ് കയ്യിന്റെ വഴി. അത് ദുരുപദേഷ്ടാക്കന്മാരുടെ ലക്ഷണമാണ്. നമ്മിൽ അതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്, കയ്യിന്റെ വഴി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബിലെയാമിന്റെ വഞ്ചന. ഇതും ദുരുപദേഷ്ടാക്കന്മാരുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ സംഖ്യാപുസ്തകം 22 അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ബിലെയാമിന്റെ വഞ്ചനയുടെ പ്രത്യേകതകൾ കാണാൻ ഒരു 8 കുറിപ്പുകൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ചെയ്ത കാര്യം ഞാനൊന്ന് എടുത്തു പറയട്ടെ. ദൈവിക ആലോചനയേക്കാൾ സ്വന്തം ആലോചനയെ വിലമതിച്ചു. ആ വിഷയം നമുക്ക് അറിവുള്ളതാണ്, സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണല്ലോ. ദൈവം പറഞ്ഞു ബിലെയാമിനോട്, എനിക്ക് നീ പോകുന്നതിൽ പ്രസാദമില്ല. വളരെ 22 അധ്യായം ഒന്ന് വായിച്ചു നോക്കിയറിയാം. വ്യക്തമായി കർത്താവ് പറയുകയാണ്, എനിക്ക് നീ അവിടെ പോയി ചെയ്യുന്നതിൽ പ്രസാദമില്ല. പക്ഷെ ദ്രവ്യാഗ്രഹത്തിന്റെ ആർത്തിമൂത്ത് ബിലെയാം ആ കാര്യത്തിന് പുറപ്പെടുകയാണ്. അപ്പോ ദൈവിക ആലോചനയേക്കാൾ സ്വന്തം ആലോചനയെ വിലമതിച്ച ബിലെയാം. മാത്രമല്ല, വ്യക്തമായ ദൈവത്തിന്റെ ആലോചന നീ പോകരുതെന്ന് തന്നെയായിരുന്നു. അപ്പൊ അതിനോട് മറുത്തു നിന്നു. മറ്റൊരു കാര്യം, ദൈവിക ആലോചന നിരസിച്ച അത് ബോഷത്വമാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. മാത്രമല്ല, ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവഹിതം എന്ന് ധരിച്ചു. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവഹിതം എന്ന് ധരിച്ചു. 4-ാമത്തെ കുറിപ്പാണ്. അത് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയാം. ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവഹിതം എന്ന് ധരിച്ച വഞ്ചനയിൽ അവൻ പെട്ടു. എന്താ അതിന്റെ പ്രസക്തി? അതൊന്ന് ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിന് 2 തലങ്ങൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ മക്കൾ അത് ഓർത്തിരിക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പ്രണയ വിവാഹങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. ദൈവത്തിന്റെ ഹിതത്തിന് 2 തലങ്ങളുണ്ട് എന്നുള്ളത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ എടുത്ത് വായിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. അറിവുള്ള കാര്യമായിരിക്കാം, അറിവുള്ളവർക്ക് അത് ഓർമ്മ പുതുക്കാം. അറിയാത്തവരത് ശ്രദ്ധിക്കേണ്ടതും വളരെ ഗൗരവമായി കുറിക്കൊള്ളേണ്ടതുമാണ്. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ പരിപൂർണമായ ദൈവഹിതം. പെർമിസീവ് വിൽ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ അനുവദനീയമായ ദൈവഹിതം. പരിപൂർണമായ ദൈവഹിതവും അനുവദനീയമായ ദൈവഹിതവും, ഇതെല്ലാം ഈ ബിലെയാമിന്റെ ഇതിൽ പഠിക്കാൻ സാധിക്കും. ഞാനത് എടുക്കുന്നില്ല എന്നുള്ളൂ, എങ്കിലും ഞാനതൊന്ന് കമ്പിവാചകം പോലെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബിലെയാം ഇസ്രയേൽ ജനത്തെ ശപിക്കരുത് എന്നുള്ളത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആണ്, പരിപൂർണമായ ദൈവഹിതമാണ്. എന്നാൽ അവൻ അതിനെ അനുസരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ ദൈവം അത് അനുവദിച്ചു. പോകാനായിട്ട് അനുവദിച്ചു. അത് പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ആണ്. പരിപൂർണമായ ദൈവഹിതത്തിൽ അവൻ പോകരുത്, എന്നാൽ അവൻ പോയത് ദൈവത്തിന്റെ അനുവാദത്തോടു കൂടെ തന്നെയാണ്. അതാണ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ശമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ദൈവമാണ് നിങ്ങളുടെ രാജാവ്. എന്നാൽ ഇസ്രായേൽ ജനം ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റ് ജാതികളെ പോലെ രാജാവിന് വേണം. അപ്പൊ ദൈവത്തിന്റെ പരിപൂർണ ഹിതം, ദൈവം താൻ തന്നെ രാജാവായിന്ന് ദൈവസഭയിലും ഇനി വരാൻ പോകുന്ന സഹസ്രാബ്ദ യുഗത്തിൽ വാഴ്ചയിലും 1000 ആണ്ട് വാഴ്ചയിലും ദൈവം രാജാവായി ഭരിക്കും. അങ്ങനെ തന്നെ ഇസ്രായേലിനെ ഭരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ പരിപൂർണമായ ഹിതം. പക്ഷേ ഇസ്രായേൽ ജനത്തിന്റെ നിർബന്ധം നിമിത്തം ദൈവം അവർക്ക് ശൗലിനെ രാജാവായി അനുവദിച്ചു. അതുപോലെ തന്നെ മറ്റനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്. നമ്മൾ എപ്പോഴും പരിപൂർണമായ ദൈവഹിതത്തിലായിരിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് സേഫ്, അതാണ് സേഫ് സോൺ. എന്നാൽ നമ്മൾ
നമ്മുടെ ഈ ജഡത്തിനും മനോവികാരങ്ങൾക്കും കീഴ്പ്പെട്ട് അനുവദനീയമായ ദൈവഹിതത്തിനായിട്ട് യാചിക്കുമ്പോൾ ദൈവം അത് അനുവദിക്കും. പ്രത്യേകിച്ച് ഈ പ്രണയ വിവാഹങ്ങളോടുള്ള ബന്ധത്തിൽ ഈ കാര്യം ഊന്നി പറയാനായിട്ട് സാധിക്കും. ദൈവം അത് അനുവദിച്ചു എന്ന് വരാം, പക്ഷേ അതിന്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോഴും ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലായിരിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 100% അങ്ങനെ ആയിരിക്കണം. അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം അത് അനുവദിച്ചു തരും. ഇസ്രായേൽ മക്കൾക്ക് ശൗലിന് രാജാവായി അനുവദിച്ചു കൊടുത്തതുപോലെ, ബിലയാമിന് പോകാൻ അനുവദിച്ചതുപോലെ. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. മറ്റൊരു കാര്യം നമുക്ക് അവിടെ ഈ കാഴ്ചയാൽ നടക്കുന്നതിന്റെ ലക്ഷണമായിട്ട് കാണുന്നത് കോരഹിന്റെ മത്സരമാണ്. 8 കുറിപ്പുകളും നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. അധികാരത്തിനെതിരെ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അതുകൂടെ ചിന്തിച്ച് 17 മുതൽ 23 വരെ അടുത്ത ആഴ്ചയിൽ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണം നമുക്കറിയാം. ഒന്ന് പാപം നിമിത്തം മലിനമാകാൻ അനുവദിക്കരുത്. അഥവാ മലിനമായ ഉടനടി കഴുകി കളയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. തുച്ഛീകരിക്കരുത്, മാത്രമല്ല ദുഷിക്കരുത്, വിധേയത്വമില്ലാതിരിക്കരുത്, വഷളായി പോകാനിടയാകരുത്, ശപിക്കപ്പെടാനിടയായിട്ട് തീരരുത്. ഈ 9 കൂട്ടം കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കാനിടയായിട്ട് തീരുന്നത്. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറയുമ്പോൾ, കാഴ്ചയാൽ ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലായിരുന്നാൽ മതി കർത്താവേ. അത് കഷ്ടതയായാലും ഞെരുക്കമായാലും, അത് മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും, അതൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലാകാനായിട്ട് ഒരു വ്യക്തി, ഒരു വിശ്വാസി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതം വളരെ അനുഗ്രഹീതമായിരിക്കും. അതല്ല, ദൈവമേ എന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, എനിക്കത് വേണം, ഇത് വേണം എന്ന് ഒരു കുട്ടി വാശി പിടിച്ച് തന്റെ പിതാവിനോട് പറയുമ്പോൾ പിതാവ് മനസ്സോടെ അത് അനുവദിക്കും. അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുക. ചെറുപ്പം മുതൽ അത് ശീലിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല,